ഹായ് ഫ്രണ്ട്സ്, ഷാസുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്ലാന്റുകളോട് കൂടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമുക്ക് നല്ലൊരു കോംബോ ഓഫറാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റിൻ്റെ കുറച്ച് നല്ല അടിപൊളി കോംബോ ഓഫറാണ്. അതായത് കുറച്ച് ഫിലോഡെൻഡ്രോൺ പ്ലാന്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെ വലിയ മദർ പ്ലാന്റൊക്കെ നല്ല കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണല്ലോ. ഇപ്പോൾ നമുക്ക് ജിഫി ബാഗിലുള്ള കുറച്ച് 10 വെറൈറ്റി പ്ലാന്റുകളാണ് ആ കോംബോ ഓഫറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് നമുക്ക് ജെറബറ പ്ലാന്റ് ആണ്. ജെറബറ ഔട്ട്ഡോറായും ഇൻഡോറായും വെക്കാൻ പറ്റിയ 2 ടൈപ്പ് ജെറബറ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ഉണ്ട്. പിന്നെ അസേലിയയുടെ ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 10 പ്ലാന്റിൻ്റെ കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് നല്ല ഷെയ്ഡുള്ള ഏരിയയിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ഈ പ്ലാന്റ് പിഡിലിഫിക് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, വീട്ടിൻ്റെ അകത്ത് വെച്ച് ഒരു മരം പോലെ ആകുന്ന നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ല ഗ്രീനിഷ് ആയിട്ട് വലിയ ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നല്ല ഹെൽത്തി ആയ നല്ല റൂട്ടൊക്കെ ഈ ജിഫി ബാഗിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റിന് ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ. അത്ര കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. കണ്ടോ, പിഡിലിഫിക് ആണ്. അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. രണ്ടാമത്തെ പ്ലാന്റ് നമുക്കൊരു 3 വെറൈറ്റി ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് രണ്ടാമത്തെ പ്ലാന്റ് പിങ്ക് പ്രിൻസസ് ആണ് കേട്ടോ. പിങ്ക് പ്രിൻസസിൻ്റെ നല്ല പിങ്ക് വെരിഗേഷൻ വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. അടുത്ത ലീഫ് വരുന്ന കണ്ട നല്ല ഡാർക്ക് പിങ്കോട് കൂടിയിട്ടുള്ള കേട്ടോ. നല്ല റൂട്ടൊക്കെ പുറത്ത് വന്നിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാറോ, ഫിലോഡെൻഡ്രോൺ പ്ലാന്റുകളൊക്കെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ വലിയ പ്ലാന്റ് ഉണ്ട്. അത് വേണ്ടവർ അത് ആവശ്യപ്പെട്ടുള്ളൂ. അപ്പോൾ ചെറിയ റേറ്റിന് കിട്ടാനുള്ള ആളുകൾ വേണമെങ്കിൽ അവർക്ക് നല്ല പറ്റിയൊരു കോംബോ ഓഫർ തന്നെയാണിത്. അപ്പോൾ നല്ല ഹെൽത്തിയായ പിങ്ക് പ്രിൻസസ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല കളറൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി അടിപൊളി പ്ലാന്റ് ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ പ്ലാന്റ് പറയുന്നത് നമുക്ക് വൈറ്റ് പ്രിൻസസ് ആണ് കേട്ടോ. വൈറ്റ് മൂൺലൈറ്റ് എന്നൊക്കെ പറയുന്നതിന് ചില ലീഫുകൾ ഇത് വെറും വൈറ്റ് കളറായിട്ട് വരും. കാരണം വലുതായി കഴിയുമ്പോഴാണ് പ്ലാന്റുകൾ നല്ല കളറ് വെരിഗേഷൻ കൂടുതലായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആണല്ലോ, എന്നാലും നല്ല അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. പിന്നെ ഈ ഫിലോഡെൻഡ്രോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരും കേട്ടോ. നമ്മൾ കുറച്ച് വലിയൊരു പോട്ടിൽ നല്ലൊരു പോട്ടി മിക്സിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ട് വളരുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. കണ്ട, വൈറ്റ് പ്രിൻസസ് നല്ല വെരിഗേഷൻ വന്നതാണ്. വൈറ്റും പിങ്കും അല്ല കേട്ടോ. ഇതാണ് മൂന്നാമത്തെ കോമ്പോയിലുള്ള പ്ലാന്റ്. അപ്പോൾ നാലാമത്തെ പ്ലാന്റ് ഇതാണ് ഫിലോഡെൻഡ്രോണിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ. അടിപൊളി പ്ലാന്റ് ആണ്. ഇതൊക്കെ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് കേട്ടോ ഇതിൻ്റെ ഭംഗി അറിയാത്ത നല്ലൊരു ചോക്ലേറ്റ് കളറായിരിക്കും പുതിയ പുതിയ ലീഫുകൾക്ക്. അപ്പോൾ നമ്മൾ വലിയ പോട്ടിൽ വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ കണ്ടത് നല്ല റൂട്ടുകളൊക്കെ നല്ല വലുപ്പം വന്നിട്ടുള്ള പുറത്തേക്ക് വന്നിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് മോൺസ്ട്ര പ്ലാന്റ് ആണ് കേട്ടോ. മോൺസ്ട്രയുടെ ചെറിയ തൈ ആയതുകൊണ്ടാണ് കണ്ടോ അങ്ങനെ ഇതിൻ്റെ ഹോളൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ്. അതുകൊണ്ട് ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. റൂട്ടൊക്കെ എന്തോ ഒരു വലുപ്പം വന്നിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് വളരും കേട്ടോ. നിങ്ങൾ കുറച്ച് നല്ലൊരു പോട്ടിൽ വെച്ച് കഴിയുമ്പോഴാണ് ഇത് നല്ല ഫാസ്റ്റായിട്ട് വളരുക. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ പ്ലാന്റൊക്കെ നല്ല കോസ്റ്റ്ലി പ്ലാന്റുകളാണ്. പിഡിലിഫിക് ആണെങ്കിലും ഫിലോഡെൻഡ്രോൺ ആണെങ്കിലും മോൺസ്ട്ര ഒക്കെ നല്ല കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ കോംബോ ഓഫറിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലാഭം തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് മോൺസ്ട്ര ആണ്. മോൺസ്ട്രയുടെ വേറൊരു പ്ലാന്റ് കാണിച്ചു കണ്ടോ. എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ. ആറാമത്തെ പ്ലാന്റ് നമ്മുടെ റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ. റബ്ബർ പ്ലാന്റ് വെരിഗേഷനാണ്. ലീഫിൽ വെരിഗേഷൻ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റ് ആണ്. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. ഈ പിഡിലിഫിക്കിനൊന്നും അങ്ങനെ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആറാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ, റബ്ബർ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ അടിവശത്തൊക്കെ ലീഫ് നല്ല ഭംഗിയായിട്ടുള്ള വെരിഗേഷൻ ലീഫ് വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഏഴാമത്തെ. എട്ടാമത്തെ പ്ലാന്റ് ഇതൊരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ കേളിയായിട്ട് കേട്ടോ ഉണ്ടാവുക. പിന്നെ ഇതിൽ വെയിലത്ത് വെക്കും തോറും ഇതിലേക്ക് നല്ലൊരു പിങ്ക് കളർ കയറി വരും. നല്ല ഭംഗിയുള്ള അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഒമ്പതാമത്തെ പ്ലാന്റ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ അല്ലേ. ഇത് റിപ്സാലിപ്സ് ആണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ നല്ല വെയിലുള്ളിടത്ത് ഹാങ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ്. സാധാരണ എല്ലാ പ്ലാന്റുകളും വെയിലുള്ളിടത്ത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റില്ല. പക്ഷേ ഈ പ്ലാന്റ് നല്ല ഡയറക്റ്റ് വെയിലുള്ളുന്നിടത്ത് ഹാങ് ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ്. വെയിൽ കൊള്ളും തോറും ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ഒരു പർപ്പിൾ കളർ കയറി വരും. പോട്ട് ബുഷായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു തൈയുള്ള പ്ലാന്റ് അല്ലേ, അതുകൊണ്ടാണ് പോട്ട് ഫുള്ളും ബുഷായിട്ട് വരും. നല്ല ഒരു ബീട്രൂട്ട് കളർ വരും. എന്നിട്ട് ഇതിൻ്റെ അറ്റഭാഗത്തേക്ക് നല്ലൊരു പേളിങ്ങനെ ഫോം ചെയ്യും കേട്ടോ. വൈറ്റ് കളർ പേളിങ്ങനെ ഫോം ചെയ്യും. എന്നിട്ട് മുത്തുകളിങ്ങനെ തൂങ്ങും. ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 10ാമത്തെ പ്ലാന്റ് ഫിറ്റോണിയാണ്. ഫിറ്റോണിയുടെ നല്ല ഗ്രീനും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 10 പ്ലാന്റ്, കോംബോ ഓഫറിൻ്റെ 10 പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കളറ്.
ഓറഞ്ചാണ്, തീ കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ്. ലീവ്സ് നല്ല ഹെൽത്തി ആയ കരുത്തുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കളർ ഇതാണ് കേട്ടോ, ഡാർക്ക് റെഡാണ്, മെറൂണിഷ് കളറിന് ഒരു റെഡാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ സ്റ്റെമ്പൊക്കെ ഇങ്ങനെ നല്ല നീളമായിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഈ വേരിൻ്റെ അടുത്ത് ഒരു കല്ല് പോലെ ഉണ്ടാകും, അതിൽ നിന്നാണ് വീണ്ടും തൈകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറ്, ഡാർക്ക് മെറൂണിഷ് കളറിന് റെഡാണ്. അപ്പോൾ മൂന്നാമത്തെ കളർ ഇതാണ് കേട്ടോ, ബ്ലാക്കും റോസും കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുള്ള ഡാർക്ക് കളേഴ്സാണ് കേട്ടോ, ഇതിൻ്റെ പ്രത്യേകത ഡാർക്ക് കളേഴ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളറ്. അടുത്ത കളർ ഒരു ഓറഞ്ചാണ് കേട്ടോ, ലൈറ്റ് ഓറഞ്ചാണ്. ഫ്ലവർ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ, മൊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയ ചെടി തന്നെയാണ് ഇതും. അടുത്ത കളർ വൈറ്റാണ് കേട്ടോ, ഫ്ലവർ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ, നല്ല പ്യുവർ വൈറ്റാണിത്. അടുത്ത കളർ ഒരു റോസാണ്. റോസ് കണ്ടോ, നല്ല ഹെൽത്തി ആയ ചെടിയാണ് എല്ലാം. ഇനിയിപ്പോൾ നമുക്ക് യെല്ലോ ഉണ്ട്, ഒരു ബേബി പിങ്ക് കളറൊക്കെ ഉണ്ട്. അങ്ങനെ 10 കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ അതിലൊക്കെ ഇങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ചെറുപറ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ, നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റും. കുറച്ചൊരു ഇളം സൺലൈറ്റ് ഇതിന് വേണം, ഓവർ സൺലൈറ്റ് പാടില്ല, ഒരു ഇളം സൺലൈറ്റ് ഇതിന് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 10 കളേഴ്സോളം ഇതിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടോ, ഡാർക്ക് റെഡാണ് കേട്ടോ. നല്ല ഇതിങ്ങനെ ഇതൊക്കെ ആയിട്ടുള്ള നല്ല ഡാർക്ക് റെഡാണ്. അതിൻ്റെ സ്റ്റെമ്പിന് അധികം വലിപ്പം ഉണ്ടാവില്ല, പക്ഷേ ലീവ്സ് നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. ലീവ്സ് കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതിൻ്റെ. ഇപ്പോൾ ഒരു കളർ റെഡാണ്, കളർ വൈറ്റാണ് കേട്ടോ. വൈറ്റിൽ നല്ല 2 ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, വൈറ്റ് നല്ല രീതിയിൽ വിരിഞ്ഞ് വരും. പിന്നെ അടുത്ത കളർ യെല്ലോ ആണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ജമന്തിയുടെ ഒക്കെ യെല്ലോ കളർ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ യെല്ലോ ആണ്. പിന്നെ നമുക്കിതിൽ വരുന്നത് റെഡും യെല്ലോയും കളർ കോമ്പിനേഷനാണ്. ഫ്ലവർ വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ, റെഡും യെല്ലോയും ആണ്. പിന്നെ അടുത്തത് നമുക്ക് ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ. പിന്നെ അടുത്തത് നമുക്കൊരു ലൈറ്റ് റോസാണ് കേട്ടോ. ലൈറ്റ് റോസ് കണ്ടോ, അങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കളേഴ്സാണ്. ഇത് ഓറഞ്ചാണ് കേട്ടോ, അതിൻ്റെ ഫ്ലവർ പോയതാണ്. പക്ഷെ നല്ല ഹെൽത്തി ആയ ബുഷായ പ്ലാന്റ് ആണ് കേട്ടോ, ഓറഞ്ച്. അങ്ങനെ ഒരു 10 കളേഴ്സോളം അപ്പോൾ നമുക്ക് ഇതും അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ. അസേലിയയുടെ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ, ഇത്രയും വലിപ്പമുള്ള കണ്ടോ, സ്റ്റെമ്പൊക്കെ കട്ടിയായിട്ടുള്ള ഇത്രയും വലിപ്പമുള്ള ഹെൽത്തി ആയ പ്ലാന്റാണ്. ഒരു 10-12 കളേഴ്സോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ കുറച്ച് പ്ലാന്റ് മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് റെഡാണ് കേട്ടോ, നല്ല ഡാർക്ക് റെഡാണ്. പിന്നെ അടുത്തത് നമുക്ക് നല്ല റോസാണ് കേട്ടോ, ഭയങ്കര ഭംഗി, ഡാർക്ക് മജന്ത കളറാണ്, ഡാർക്കായിട്ടുള്ള. പിന്നെ റെഡിൽ വേറെ ഒരു തരം റെഡ് ഉണ്ട്. പിന്നെ വൈറ്റാണ് കണ്ടോ, നല്ല ഇതളുകൾ കട്ടിയായിട്ടുള്ള. വൈറ്റിലൊക്കെ ഇപ്പോൾ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ, പീച്ച് കളറാണ്. പിന്നെ വൈറ്റും ഓറഞ്ചും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഈ അസേലിയ പ്ലാന്റിന് എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ ഒരു പ്ലാന്റിനകത്ത് ഒരു ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ ഉണ്ടാവുക, നിറയെ കൊലയായിട്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റെമ്പ് ഉണ്ടല്ലോ, ഇതിൽ തന്നെ 4 ഫ്ലവേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഓരോ കുഞ്ഞു സ്റ്റെമ്പിനകത്തും നിറയെ ഫ്ലവേഴ്സ് ആയിരിക്കും. അങ്ങനെ സ്റ്റെമ്പ് കാണാതെ നിറയെ പൂക്കളിലുണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ അസേലിയ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് റെയർ കളേഴ്സ് ഉണ്ട്. ലൈറ്റ് ബേബി പിങ്ക് ഉണ്ട്, വൈറ്റും റെഡും കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്, വയലറ്റ് ഉണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ നമുക്കിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു 10-12ഓളം കളേഴ്സ് ഇപ്പോൾ ഉണ്ട്. അതിൽ ഒരു 8-10 കളർ നമുക്കിപ്പോൾ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്, ബാക്കി ഫ്ലവർ വിരിയാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് ഹൈഡ്രാഞ്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഹൈഡ്രാഞ്ചിയുടെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഉള്ളത്. അപ്പോൾ 3 കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റത്തത് വൈറ്റാണ് കേട്ടോ, നല്ല വൈറ്റാണ്. പിന്നെ അടുത്തത് ബ്ലൂ ആണ്, നല്ല ബ്ലൂ ആണ്. പിന്നെ ഇതിലൊരു ഫ്ലവർ വിരിയാനിരിക്കുന്നത് ലൈറ്റ് പിങ്ക് ആണ്, നല്ലൊരു റോസ് തന്നെയാണ്. പിന്നെ 3 കളേഴ്സാണ് കേട്ടോ. കണ്ട നല്ല ഹെൽത്തി ആയ ചെടിയാണ്, സ്റ്റെമ്പൊക്കെ അത്യാവശ്യം കട്ടിയായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഹൈഡ്രാഞ്ചിയ പ്ലാന്റിനകത്ത് ഫ്ലവർ വിരിയുന്നില്ല എന്ന്. അതിൻ്റെ കാരണം എന്താ പറയുക, നിങ്ങൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെക്കണം. ഫുൾ ടൈം അതിന് നല്ല സൺലൈറ്റ് കിട്ടണം. പിന്നെ കുറച്ച് വലുതായതിന് ശേഷം വേണം, അല്ല ഇപ്പോൾ ഞാൻ അയച്ചിരുന്നത് നിങ്ങൾ ഓടിക്കൊണ്ട് വെയിലത്ത് വെക്കരുത്. ആദ്യം ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ച് ഒന്ന് പോട്ടിലേക്ക് പിടിച്ച് കുറച്ച് വലുതായതിന് ശേഷം വെയിലത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക. അത് കുറച്ച് വെയിൽ തട്ടുന്ന ഏരിയയിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ നല്ല വെയിലത്തേക്ക് വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാസത്തിലൊരിക്കൽ ഒരു DAP-യോ NPK എന്തെങ്കിലുമൊക്കെ ഫെർട്ടിലൈസർ കൊടുത്താൽ മതിയോ. നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വിരിയുന്നതാണ് ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്. അപ്പോൾ
അപ്പോൾ ഫ്രണ്ട്സ് പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഷാസവൻ എന്നുള്ളൊരു ഇൻസ്റ്റാ പേജുണ്ട്, അത് ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ദെൻ ബൈ.